2025 ഇങ്ങനെ വീണ്ടും ഈ ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ഇത് ഗംഭീര പരിപാടിയല്ലേ. സ്വർണം അടിച്ചു മാറ്റാം, അതിനൊപ്പം തന്നെ ഇത് കൊണ്ടു നടന്ന് പണപ്പിരിവ് നടത്താം, അതിൻ്റെ കൃത്യമായി തന്നെ ലാഭം കൈക്കാളുകയും ചെയ്യാം. ഇത് വീണ്ടും 2025 ഇത് ആവർത്തിച്ചു. അവിടെയാണ് ഇതിന് പുറത്തു വന്നത്. ശ്രീ രവിശങ്കർ, ഇത് വീണ്ടും നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് പറയുന്നത് പോലെ ദേവസ്വം ബോർഡിനും ഭരണാധികാരികൾക്കും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കും ഒന്നും തന്നെ ഇതിൽ ഒരു രീതിയിലുമുള്ള ഇടപെടലുമില്ല, ഇതൊക്കെ നടക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? അതെ, എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളുടെ ചർച്ച കേട്ടില്ല. കാര്യം ഇവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടത്. ഒന്ന്, വി എസ് അച്യുതാനന്ദൻ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നു എന്ന് പറഞ്ഞു. എനിക്കറിയാം, അദ്ദേഹം അവിടെ ചെന്നിരുന്നു. വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം എവിടെയെങ്കിലും അതിക്രമം നടന്നാൽ അവിടെ ചെല്ലും. അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം രാജാവ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു വി എസ് പറഞ്ഞായിരുന്നു. വി എസ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നേതാക്കളിൽ ഒരാളാണ്. എവിടെയും അഴിമതി നടക്കുകയോ മോശപ്പെട്ട പ്രവണതകൾ നടക്കുകയോ ചെയ്താൽ വി എസ് അവിടെ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ സി കേശവൻ്റെ സന്ദേശമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് സി കേശവൻ പറഞ്ഞ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ഞങ്ങൾ വിശ്വാസികളെല്ലാം തള്ളിപ്പറയുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയൊന്നും പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താമെന്ന് കരുതുകയും വേണ്ട. പിന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭൂമി എടുത്ത കാര്യം പറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ വന്ന എല്ലാ ദേവസ്വം ബോർഡുകളും അതിന് ഉത്തരവാദികളാണ്. എല്ലാ ബോർഡുകളും, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. പിന്നെ അങ്ങ് ഇപ്പോൾ എന്നോട് ചോദിച്ച അത് റൂം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്നല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ശബരിമല എന്ന ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ടുണ്ട്. ആരാണോ കുറ്റക്കാർ അവരാരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് കൃത്യമായി കേരളത്തിൻ്റെ നിയമസഭയിലാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞത്. ദേവസ്വം മന്ത്രി ആണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം കേരളത്തിലെ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഓരോ ദേവസ്വം ബോർഡിൻ്റെയും കാര്യങ്ങളിൽ പ്രത്യേകമായി ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാവും. നിത്യനിദാനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിലെ എന്തെങ്കിലും ഉപകരണങ്ങൾ പണിയുന്ന കാര്യത്തിലോ ഒക്കെ മന്ത്രിയുടെ ഇടപെടലുണ്ടാവുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയാൽ അങ്ങ് തകർന്നു പോകുന്നതൊന്നുമല്ല കേരളത്തിലെ മന്ത്രിസഭ. ആ നിലയിലുള്ള പ്രചരണം കൊണ്ടുവന്നാൽ അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. കേരളത്തിലെ ദേവസ്വം മന്ത്രി ആണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ അതിൻ്റെ കുറിച്ചുള്ള പരാതി അയ്യപ്പ സംഗമത്തിന് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു പരാതി കൊടുക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊടുത്ത പരാതിയിന്മേലാണ് ഈ കാര്യം. എന്നിട്ട് അത് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെടുക്കുന്നു. അപ്പോൾ ആരാണ് കള്ളൻ ഇവിടെ? ദേവസ്വം മന്ത്രിയാണോ? ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണോ? അവിടെ നിന്ന് കൊണ്ടുപോയ പീഠം അയാളുടെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അയാൾ തന്നെ പരാതി കൊടുക്കുന്നു. അത്രയ്ക്ക് കള്ളനായ ഒരു പോറ്റി അവിടെ നടത്തിയ ഈ ഗൂഢനീക്കങ്ങൾ ഒരു ദല്ലാളായി പ്രവർത്തിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ഒരു പോറ്റിയെ അയാളെ ഗുണവാനായി ചിത്രീകരിക്കാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത്? അയാൾ ചെയ്ത തെറ്റുകൾ പുറത്തു വരണം എന്നുള്ളത് തന്നെയല്ലേ ആലോചിക്കേണ്ടത്. സുനിൽ സ്വാമി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അവിടെ ഇതുപോലെ ഒരുപാട് ധ്രുവങ്ങളുണ്ട്, ഒരുപാട് അവതാരങ്ങളുണ്ട്. ഒരു സുനിൽ സ്വാമി ഉണ്ടായിരുന്നു, കൊല്ലക്കാരൻ. ഇറക്കി വിട്ടില്ലേ അമ്പലത്തിൽ നിന്ന്? നിങ്ങൾ മുമ്പേ വിശുദ്ധരെന്ന് പറയപ്പെട്ടില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ BJP പ്രവൃത്തി പറഞ്ഞു തന്ത്രിയെയാണോ കുറ്റം പറയുന്നതെന്ന്. ഈ തന്ത്രിയെ നമ്മുടെ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടിയത് എന്തിനാണ് പിടികൂടിയത് ഒരു തന്ത്രിയെ? ആ തന്ത്രിക്ക് ഇന്ന് അവിടെ കയറാൻ കഴിയുമോ? നിത്യബ്രഹ്മചാരിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ താന്ത്രിക സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട പണിയാണോ അയാൾ ചെയ്തത്? ഇവരെല്ലാം യോഗ്യന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ? കേരളത്തിലെ ജനങ്ങൾ കേൾക്കുമോ? എത്ര മോശമായ കാര്യത്തിലാണ് അയാൾ പിടിക്കപ്പെട്ടത്. അതിനുശേഷം അയാൾ എത്ര ശ്രമങ്ങൾ നടത്തി ശബരിമലയിൽ വീണ്ടും തിരിച്ചു കയറാൻ. ഇപ്പോൾ അയാളുടെ മകനെ വിട്ടിരിക്കുകയല്ലേ.
ഇതൊക്കെയാണോ നീതി? ഇതിനെയൊക്കെയാണോ ന്യായീകരിക്കേണ്ടത്? അപ്പോൾ ആരാണോ അവിടെ തെറ്റ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്ത ആളുകളെ ഒന്നൊഴിയാതെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരും ഞങ്ങൾ. അതാണ് അന്വേഷണം, കുറ്റമറ്റ അന്വേഷണം. കേരളത്തിലെ പോലീസ് മോശമൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ്, ഏറ്റവും നല്ല ക്രമസമാധാന പാലകരാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ചുമതല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ യോഗ്യന്മാരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് പരിപൂർണമായ സപ്പോർട്ടാണ് കേരള ഗവൺമെന്റ് ഉള്ളത്. അത് വരട്ടെ, ആ അങ്ങയുടെ ഈ വാദമുഖം കേൾക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നുന്നത്, എൻ്റെ വീട്ടിലെ വാതിലും ഒക്കെ ഞാൻ തുറന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയി, ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് പുറത്തേക്ക് പോയി, ഒരു കള്ളം കയറി എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് പറയുകയാണ്, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും, ആരും ഇവിടെ രക്ഷപ്പെട്ടു പോകില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോയില്ലേ ഇത്? ഇത് ആരാണ് ഇതൊക്കെ കാക്കേണ്ടത്? ആരാണ് ഇതൊക്കെ നോക്കേണ്ടത്? ആരാണ് ഇതിന്റെയൊക്കെ കൃത്യമായി തന്നെ കണക്ക് കയ്യിൽ വെക്കേണ്ടത്? ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡ് പിന്നെ എന്താണ് പണി? ശ്രീ രവിശങ്കർ, എന്റെ ചോദ്യം വീണ്ടും വീണ്ടും അത് തന്നെയാണ്. ദേവസ്വം മാനേജ്മെന്റാണ് മനസ്സിലാക്കാതെയല്ലേ അങ്ങ് പറയുന്നത്? ഞാൻ പറയട്ടെ, ഒരു വീട്ടിൽ നിന്നും വീട് തുറന്നിട്ടിട്ട് പോയി ആളുകൾ കയറി മോഷ്ടിച്ചാൽ അതിന്റെ കുറ്റക്കാരാരാണ് എന്ന് വീട്ടുകാർ ചോദിക്കുന്ന പോലെ അങ്ങ് ചോദിച്ച എത്ര തെറ്റായ കാര്യമാണ്. ഇവിടെ അമ്പലത്തിലെ ദ്വാരപാലക ശില്പത്തിൽ ചെമ്പ് തെളിഞ്ഞിരിക്കുന്നു, അമ്പലത്തിലെ പീഠത്തിന് കേട് സംഭവിച്ചിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചതാരാണ്? ആ ദേവസ്വം ബോർഡ് അതിന്റെ പ്രകാരമല്ലേ അവിടെ ചർച്ച ഉണ്ടായത്? ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചപ്പോ ദേവസ്വം ബോർഡ് ശരിയാണല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എത്ര മനോഹരം, അങ്ങ് എഴുതി കൊടുക്കാണോ? ഈ പറയപ്പെടുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണോ? അല്ല, ഈ പറയപ്പെടുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ അന്ന് 2025 വീണ്ടും എഴുതി കൊടുക്കാൻ പോയല്ലോ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനായിരുന്നോ സത്യസന്ധനായിരുന്നോ? അന്ന് എങ്ങനെ കരുതാൻ കഴിയും ഇയാളെ കുറിച്ച്? ഇയാളെ എങ്ങനെ കാണാൻ കഴിയും? ഇതുവരെ അയാളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഒരു കള്ളത്തരം അവരുടെ ദൃഷ്ടിയിൽ വന്നിട്ടില്ല. വരാത്തിടത്തോളം കാലം അയാളെ എങ്ങനെ കള്ളനായി ചിത്രീകരിക്കാൻ കഴിയും? ഇപ്പോഴല്ലേ അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അന്വേഷണത്തിലേക്ക് വന്നില്ലേ? അയാളെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? ഇനിയും അടുത്ത ആളുകൾ വരില്ലേ? അതെന്താ നിങ്ങൾ കാണാത്തത്? അല്ല, അപ്പൊ ഈ ആ സമയത്ത് ക്രമക്കേടുകളും ഈ കൊണ്ടുപോയി ഒരു രീതിയിലുമുള്ള ഒരു സമയക്രമവും പാലിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്ന് പൂജിച്ച ഈ മനുഷ്യൻ കള്ളനാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ല. 2025 വീണ്ടും തുടങ്ങിയല്ലോ. എന്നാ പിന്നെ അതൊന്ന് കൊടുത്തേക്കാം, ദേ വീണ്ടും വന്നു സ്വർണ്ണപ്പാളിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. അപ്പൊ ആരാണിത് മനസ്സിലാക്കേണ്ടത്? അയാൾ ഞാൻ ബഹുമാനപ്പെട്ട അങ്ങയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇയാൾ ഈ ജയറാം എന്ന് പറയുന്ന സിനിമ നടന്റെ വീട്ടിൽ ഇയാൾ കൊണ്ടുപോയി ഇത് പൂജിച്ചു എന്ന് പറയുന്നത് എത്ര ദിവസമായി നിങ്ങളുടെ മാധ്യമങ്ങളുടെ ചിത്രത്തിൽ വന്നിട്ട്? എത്ര ദിവസമായി? ജയറാം തന്നെയാണ് പറഞ്ഞത്. 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അയാൾ പുറത്തുവിട്ട ചിത്രമല്ലേ നമ്മൾ കണ്ടത്? ജയറാം പുറത്തുവിട്ട ചിത്രമല്ലേ? അപ്പോൾ ഈ വളരെ അടുത്ത റീസെൻ്റ്ലി ഇയാൾ കൊടുത്ത പരാതിയിന്മേലുള്ള അന്വേഷണങ്ങൾ നടന്നപ്പോഴല്ലേ ഇയാൾ ആരാണ് എന്ന് ബോധ്യപ്പെടുന്നത്? അപ്പോഴല്ലേ അന്വേഷണത്തിലേക്ക് വന്നത്? ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചതല്ലേ ഇത്? അപ്പോഴല്ലേ ഈ കാര്യങ്ങൾ, ഈ പറയപ്പെടുന്ന ആ അവതാരങ്ങളെയൊക്കെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞത്? അതിന്മേലല്ലേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? ശ്രീ രവിശങ്കർ, ഇതൊക്കെ നോക്കേണ്ടത് ഞാനോ അങ്ങോ അല്ലല്ലോ. അതിനല്ലേ ചുമതലപ്പെട്ട കുറച്ച് പേര് അവിടെ ഇരിക്കുന്നത്. പുറത്തു വരട്ടെ. എന്താ സുഖം, പറഞ്ഞു നടക്കാം. ദേവസ്വം പ്രസിഡന്റ്, മെമ്പർമാർ, അല്ല, അപ്പൊ അവരെ പണി എന്താണ്? ശ്രീ രവിശങ്കർ അങ്ങൊന്ന് പറഞ്ഞു തരൂ, എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പണി? എന്താണ് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ പണി? ഇങ്ങനെ ഇരിക്കുകയാണോ വെറുതെ? അല്ല, എനിക്ക് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഞാനും അങ്ങയോട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറൊന്നുമല്ല ഇന്നോവ. ഇന്നോവയിൽ പോകുന്നത് അത് അയാളുടെ കാര്യം. ഞാൻ അതിനകത്തൊന്നും ഇടപെടാൻ വരുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാഹനത്തിൽ സഞ്ചരിക്കാം. ദേവസ്വം ബോർഡിന്റെ വാഹനമാണ്. വാഹനമുണ്ട്, CPM-ന്റെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അല്ല, പണിയെടുക്കുന്നുണ്ടല്ലോ. പറയട്ടെ, ദേവസ്വം ബോർഡിലെ
ദേവസ്വം ബോർഡിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അയാളും ശിക്ഷിക്കപ്പെടും. തർക്കം എന്താ കാര്യത്തിൽ? പ്രശാന്ത് ആയാലും പത്മകുമാർ ആയാലും വാസു ആയാലും ആരായാലും ശിക്ഷിക്കപ്പെടും. ഞാൻ അങ്ങയുടെ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു ഒരു 2 സെക്കൻഡ് സമയം തരണം. ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയ ആളാണ്, സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട്. അത് ആ ടെസ്റ്റ് ഞാൻ ജയിച്ചു. അന്നാണ് ആദ്യമായി കോടതിയിൽ ഇടപെടൽ ഉണ്ടാവുന്നത്. കോടതി ഇടപെടൽ ഉണ്ടായപ്പോൾ കോടതി ഉദ്യോഗസ്ഥനടക്കം കോട്ടയത്തെ ദേവസ്വം ബോർഡ് ഓഫീസിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നോട് അവർ ചോദിച്ചത് 3 ചോദ്യമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷകൻ ഇരിക്കുന്ന വേദിയിലാണ്. ചോദിച്ചത് 1, നിങ്ങൾ ഏത് വിഷയമാണ് പഠിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ ചരിത്രത്തിൽ BA എടുത്ത ആളാണ്. ശരി, നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. 1757 എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, പ്ലാസി യുദ്ധം ഉണ്ടായി, ബ്രിട്ടീഷുകാരുടെ അടിത്തറയിട്ടു. അടുത്ത ചോദ്യം, അന്ന് ആരായിരുന്നു അതിൻ്റെ നേതൃത്വം ബ്രിട്ടനിൽ വഹിച്ചത്? ലോർഡ് ക്ലൈവ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഞാൻ പറഞ്ഞു 1857 അടുത്ത 3ാമത്തെ ചോദ്യം, കൊണാർക്ക് എന്ന് പറയുന്ന ക്ഷേത്രം. ഞാൻ പറഞ്ഞു ഒറീസയിലെ സൂര്യക്ഷേത്രമാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ദേവസ്വം ബോർഡ് അംഗവും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗവും ഹൈക്കോടതി നിരീക്ഷണം അടക്കം അവിടെ ഇരിപ്പുള്ളപ്പോൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇതുകൊണ്ടൊന്നും കാര്യമല്ല, കാണേണ്ട പോലെ കാണണമെന്നാ. അപ്പോൾ ഈ അഴിമതി ഇന്നാണോ ഇവിടെ ഉണ്ടായത്? എനിക്ക് ജോലി കിട്ടിയില്ല സാറേ. അഴിമതി ഇന്നാണോ ഇവിടെ ഉണ്ടായത്? കറക്റ്റ്. അഴിമതി ഇന്നാണോ ഇവിടെ ഉണ്ടായത്? കറക്റ്റാണ്. ഈ അഴിമതി ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കണം. അത് തന്നെയാണ് ശ്രീ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളും ശ്രീ ഡോക്ടർ മഹേന്ദ്രകുമാർ പോലെ ആളുകൾ പറയുന്നത്. അത് തന്നെയാണ്. ഇതങ്ങ് ഒഴിവാക്കി ഈ അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രമാക്കി എന്തിനാണ് ക്ഷേത്രങ്ങളെ മാറ്റുന്നത്? മഹേന്ദ്രകുമാർ ആയാലും ശരി, അജിത് പിള്ള ആയാലും ശരി, അല്ല അത് മുഴുവൻ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഞാൻ ചോദിച്ചോട്ടെ, തിരുപ്പതിയിൽ പ്രത്യേകമായി പോയി കാണണമെങ്കിൽ പൈസ കൊടുക്കട്ടെ? പളനിയിൽ കാണണമെങ്കിൽ പൈസ കൊടുക്കട്ടെ? അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്, അവിടെയെല്ലാം CPM ഭരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അവിടെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഭരിക്കുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ?